ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവിച്ഛാമിത്വം ധർമ്മസമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയില് ഇന്ന് 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിചാരത്തിലൂടെ ക്ഷേത്രജ്ഞനായിരിക്കുന്ന പുരുഷൻ ആത്മാവാണെന്നും എല്ലാ കർമ്മങ്ങളിലും ആത്മാവ് അകർത്തൃത്വ ഭാവത്തിൽ നിന്നുകൊണ്ട് സാക്ഷി മാത്രമായിട്ടാണ് വ്യക്തമാക്കപ്പെട്ടത്. ശരീരം ക്ഷേത്രവും അത് അനാത്മാവും ജഡോപാധിയുമാണെന്നും പറഞ്ഞു. ക്ഷേത്രജ്ഞന്മാരെ അഥവാ പ്രകൃതി പുരുഷന്മാരെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ക്ഷേത്രജ്ഞന്മാരെ തിരിച്ചറിയലാണ് ഭക്തിയോഗ സിദ്ധിയിലെ ജ്ഞാനസിദ്ധി എന്ന് പറയുന്നത്. ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഭക്തിമാർഗം സ്വീകരിക്കേണ്ടത്. ഈശ്വരോപാസന നടത്തുന്നത് ഈശ്വരനെ സാക്ഷാത്കരിക്കാനായിരിക്കണം. അതിന് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയാൽ ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരം നടക്കില്ല. എന്നാൽ തുടക്കക്കാർക്ക് അതൊക്കെ ആകായം. പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കണം. അത് കടക്കലുണ്ടാകുന്നില്ല 99% ഭക്തിവാദികൾക്കും. ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കാറില്ല. അത് ശ്രമിച്ച് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ശരീരത്തെയും ശരീരത്തിലുള്ള ഈശ്വര ശക്തിയെയും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഭഗവാൻ പറയുന്നു. ആ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഭൗതിക ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം വ്യർത്ഥമാക്കുന്നത്. ഒരു ജീവിതമല്ല, ഒരു ജന്മമല്ല, എത്ര ജന്മങ്ങളാണ് നമ്മൾ വ്യർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ശരീരം ക്ഷേത്രവും അത് അനാത്മാവുമാണ്. ശരീരം വന്നും പോയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അനാത്മാവെന്ന് പറയുന്നത്. വന്നു പോയിരിക്കുന്നത് ആരാ? ശരീരമല്ല. ശരീരത്തിൽ ആത്മാവ് വരികയും പോരുകയും ചെയ്യും. ശരീരത്തെ ആത്മാവ് നിൽക്കുമ്പോൾ അത് അന്തസത്തയോടുകൂടി ഞാനുണ്ടെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിലനിൽക്കും. അതിനെ എപ്പോൾ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കപ്പെടുന്നോ അപ്പോൾ ശരീരം അനാത്മാവാകും, ആത്മാവില്ലാത്തതാവും. ആത്മാവിനെ ശരീരത്തിൽ വച്ചുകൊണ്ടേ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ആത്മാവ് മാത്രം പുറത്തുണ്ടെന്ന് അറിഞ്ഞാലും അതിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അത് നമ്മുടെ ശരീരമാധ്യം ഖലു ധർമ്മ സാധനം. ശരീരത്തിലൂടെ അല്ലാതെ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ആ ആത്മാവിനെ സാക്ഷാത്കരിക്കലാണ് യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെയും ശരീരത്തിലുള്ള ഈശ്വര ശക്തിയെയും പുരുഷ ശക്തിയെയും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ 5 ശ്ലോകത്തിലൂടെ ആ ജ്ഞാനം വെളിപ്പെടുത്തി ഭഗവാൻ. എങ്ങനെ തിരിച്ചറിയാം, ഏതു ഭാവത്തിലാണ് ആ ജ്ഞാനത്തെ തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താൻ കേമനാണെന്ന് എപ്പോ തോന്നിയോ നിങ്ങൾക്ക് ആ ജ്ഞാനം ഇല്ല എന്നർത്ഥം. ഭക്തിമാർഗത്തിൽ പോലും സഞ്ചരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥ ഭക്തനാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താൻ കേമത്വം കാണിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വര സാക്ഷാത്കാരം നടക്കില്ല. അതുകൊണ്ട് അത് കാണിക്കാൻ പാടില്ലാത്ത ജ്ഞാനം ഭാവം എന്താണോ അതാണ് യഥാർത്ഥ ജ്ഞാനം. അത് ഈ ഈശ്വരീയ ജ്ഞാനം ലഭിച്ചാൽ മാത്രമേ നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാവും. അപ്പൊ കേമത്വമൊന്നും കാണിക്കില്ല. എന്തെങ്കിലും ചെയ്താലും എന്തെങ്കിലും നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലും അത് നമ്മുടെ കേമത്വം കൊണ്ടല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ കേമത്വം ഒന്നും കാണിക്കില്ല. നമ്മൾ കേവലം നിമിത്തമാണ്.
എന്ത് കാര്യത്തിനും. അത് ഭൗതിക നേട്ടങ്ങളായാലും വേണ്ടില്ല, ആത്മീയ നേട്ടങ്ങളായാലും വേണ്ടില്ല, നമ്മൾ നിമിത്തമാണ്. നമ്മളിലുള്ള ഈശ്വരനാണ് അവിടെ കാരകൻ, കാരണവും അതെ. പക്ഷെ നമുക്കത് ബോധ്യം വരില്ല. കാരണം അത് അവ്യക്തമായതുകൊണ്ട് ആ ബോധ്യം വരാത്ത. എന്തിനും വ്യക്തമായ പ്രമാണം തേടി നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും അത് അത്ര എളുപ്പമൊന്നും വ്യക്തമാകില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചാൽ മാത്രമേ ഈ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ആ മനുഷ്യ ജന്മത്തിൽ ഈ ശരീരവും ശരീരത്തിലിരിക്കുന്ന പുരുഷനെയും പറ്റി ക്ഷേത്രജ്ഞനെയും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അതുകൊണ്ടാണ് നമ്മുടെ പരശുരാമൻ ഇത്ര കേമമായിട്ട് നമ്മുടെ സംസ്കാരം, ട്രഡീഷൻ ഇവിടെ പ്രത്യേകമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട്, ഈ ഭാഗവതത്തിൽ പോലും ദ്രാവിഡ ദേശത്തെ പറ്റി പറയുന്നുണ്ട്. ദ്രാവിഡ ദേശം എന്ന് പറഞ്ഞാൽ തെക്ക് ദേശങ്ങളെ ഭക്തിയുടെ പ്രഭാവം കൂടുതലുണ്ടെന്ന് ഭാഗവതം പോലും പറയുന്നുണ്ട്. എന്താ കാരണം? പ്രത്യേകിച്ചും കേരള ദേശം ദേവഭൂമിയാണ്. അപ്പൊ ഇതില് പരശുരാമൻ ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ബ്രഹ്മസ്വവും ദേവസ്വവും തിരിച്ചിട്ട്, ദേവഭൂമിയാണ്. ആ ദേവഭൂമിയെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണരെ ഒരു ദേശത്തുള്ളവരല്ല, അവിടെയും കേമത്തം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിങ്കിളാക്കിയത്. അതായത് പഞ്ചദ്രാവിഡ ദേശത്ത് നിന്ന് ഒന്നിച്ച് കുറെ പേരെ കൊണ്ടുവന്നിട്ട് അതിൽ അവർക്ക് താമസിക്കാൻ കൊടുത്ത പ്രദേശമാണ്, ഭൂമിയാണ് ബ്രഹ്മസ്വമായി സങ്കല്പിച്ചിരിക്കുന്നത്. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവഭൂമി, ദേവന്റെ ഭൂമിയാണ് ടോട്ടലി. ഇന്നും അതുകൊണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ദേവഭൂമിയാണ് കേരളം. സംശയമൊന്നും വേണ്ട. ഒരു രാഷ്ട്രീയക്കാരുടെയും കേമത്തം കാണിക്കാനൊന്നുമില്ല. ഒരു മനുഷ്യനും കേമത്തെ അവകാശം പറയാൻ പറ്റില്ല. ഇത് വരാഹമൂർത്തിയാണ് അതിനെ കാത്തു സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ആ പരശുരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്ന കേരളത്തെ സൃഷ്ടിച്ചിട്ട് ആ ഭൂമിയുടെ നാഥനായിട്ട് അതിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചതും ഏറ്റെടുത്തതും യജ്ഞമൂർത്തിയായിരിക്കുന്ന വരാഹമൂർത്തിയാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമുണ്ടായ ക്ഷേത്രത്തിന്റെ സങ്കല്പം പോലും മനുഷ്യ ശരീരത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ഷതം ത്രായതീതി ക്ഷേത്ര എന്ന് പറഞ്ഞാൽ ഈ ദേവഭൂമിയായിരിക്കുന്ന കേരളത്തിന് ക്ഷതമുണ്ടാകാതിരിക്കാൻ ആദ്യം നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രം യഥാവിധി യജ്ഞഭാവനയിൽ സംരക്ഷിക്കപ്പെട്ടാൽ ആണ് കേരളത്തെ സംരക്ഷിക്കപ്പെടൂ. ബാക്കിയുള്ളവർ എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും 22 വർഷം കേരളത്തിലെ ഓരോ ജില്ലകളിൽ ഞാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവഭൂമിയെ സംരക്ഷിക്കാനുള്ള ശാസന വ്യവസ്ഥയുടെ ഒരു ആദ്യം തുടക്കം പടി കടക്കുകയായിരുന്നു. അഥവാ നമ്മൾ ഇത് ഏറ്റെടുത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ ഇത് വരുണനോട് തിരിച്ചെടുത്തോളം പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. ദേവഭൂമിയെ ദേവഭൂമിയായിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ അത് വരുണനോട് തിരിച്ചെടുത്തോളാൻ പറഞ്ഞാൽ കടൽ കയറി പോകുന്നർത്ഥം. എപ്രകാരമാണോ ദ്വാരക നിർമ്മിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ വരുണനോട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞാലല്ലോ എളുപ്പം മനസ്സിലാകുക. ഞാൻ കുറച്ചു കാലത്തേക്ക് ഇത് സ്വർഗതുല്യമായിരിക്കുന്ന ഒരു രാജ്യത്തെ നിർമ്മിക്കാൻ പോവുകയാണ്. മധുരവാസികളെ മുഴുവൻ ഇങ്ങോട്ട് മാറ്റാൻ പോവുക. ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകുമോ അത്രയും കാലം ഇത് യഥാവിധി സംരക്ഷണ ചുമതല
ഞാൻ തന്നെ ഏറ്റെടുത്ത് എനിക്ക് എൻ്റെ പരിവാരത്തിന്, അതായത് ഭഗവാനോടൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദ്വാരക നിർമ്മിച്ചത്. ഒറ്റ രാത്രി കൊണ്ടാണ് വിശ്വകർമാവിൻ്റെയും ഒക്കെ ആ സുധർമ്മ എന്ന സഭയൊക്കെ ഉണ്ടാക്കിയത്. ഇന്ദ്ര സഭയാണ് അവിടെ ഉണ്ടാക്കിയത്. എന്നാൽ ഭഗവാൻ അവിടെ ഒരിക്കലും താൻ കേമനാണെന്നോ ഞാൻ ഇതിനാണ് നിർമ്മിച്ചത് ഞാനാണെന്നോ ഞാനാണ് ഇതിൻ്റെ രാജാവെന്നോ ഒന്നും ഭഗവാൻ ഒരിക്കലും അവകാശപ്പെട്ടില്ല. അവിടെ സ്ഥാനം കേമത്വം കാണിക്കാൻ പറ്റില്ല. അവിടെ ഉഗ്രസേനെ തന്നെ മുത്തശ്ശനായിരിക്കുന്ന ഉഗ്രസേനെ തന്നെ രാജാവാക്കി. സഭയിലൊക്കെ എല്ലാവരും വന്നിരുന്നാലും ശ്രീകൃഷ്ണന്മാരിരുന്ന കാത്തിരിക്കുമായിരുന്നു. എന്നിട്ട് സഭാകാര്യങ്ങൾ ചർച്ചയ്ക്ക് തന്നെ എടുക്കൊണ്ട് ഉഗ്രസേനന്റെ നിർദ്ദേശം അത്ര സ്ട്രിക്റ്റായിരുന്നു. ശ്രീകൃഷ്ണൻ വരാതെ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന്. ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അത് ആ ക്രിയായോഗമൊക്കെ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ച് 3 മണിക്ക് എഴുന്നേറ്റാൽ തൻ്റെ ജപതപാദികളും യോഗകളും ഇതെല്ലാം ചെയ്തിരുന്നു. ഭഗവാനായിട്ട് പോലും മനുഷ്യ ശരീരത്തിലൂടെ വന്നിട്ട് ഇത് നമ്മളെ ചെയ്ത് കാണിക്കുക. നിത്യ കർമ്മങ്ങൾ ഇതൊക്കെ ഭാഗവതത്തിൽ ക്രിയായോഗം പറയുന്നുണ്ട്. ഭഗവാൻ എന്തിനാ, ഭഗവാനായിട്ട് പോലും ഭഗവാൻ എന്തിനാ ഇതൊക്കെ നമ്മളെ ചെയ്ത് കാണിക്കണേ? ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഭഗവാന്മാരല്ലാഞ്ഞിട്ട് പോലും ചെയ്യില്ല. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യജന്മം എടുത്തിട്ട് വന്നിട്ട് തൻ്റെ ക്രിയായോഗം, അതായത് ഈ ജപതപാതി 3 മണിക്ക് എഴുന്നേറ്റ ജപതപാദികളും പൂജയും വിഗ്രഹം വെച്ച് പൂജ, ആ വിഗ്രഹം ഇപ്പൊ ഗുരുവായൂർ വന്നിരിക്കണേ ഭഗവാൻ പൂജിച്ചിരുന്നത്. ഇനി അത് തന്നെയാണോ അതാണോ മാറ്റിയോ മറിച്ചോ ഇതൊന്നും തർക്കിക്കേണ്ട ആവശ്യമില്ല. ആ സങ്കല്പം തന്നെ ഭഗവാൻ ഏത് സങ്കല്പത്തിലാണോ പൂജ നടത്തിയിരുന്നത് ആ ഭാവത്തിലുള്ള ചൈതന്യമാണ് ഗുരുവായൂർ വർത്തിക്കുന്നതെന്നെങ്കിലും മനസ്സിലാക്കാം. വിഗ്രഹം നമുക്ക് സ്വർണ്ണമാക്കുമോ? 8 വിധത്തിൽ വിഗ്രഹങ്ങളുണ്ട്, ഏത് വേണേലും മാറ്റാം. ചൈതന്യം ഒന്ന് തന്നെയാണ്. അപ്പൊ വരുണനോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ ധാം വിട്ട് എപ്പോൾ പോകുന്ന എൻ്റെ സ്വന്തം ധാമത്തിലേക്ക് ഞാൻ പോകുന്നോ അപ്പോൾ നീ തിരിച്ചെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ ഭഗവാൻ ഉണ്ടാക്കിയ ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ ഇന്നത്തെ ഭൗതിക ലോകം പോലും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഭഗവാൻ ഒരിക്കലും അവകാശം പറഞ്ഞു വരാം, ആരും അവകാശം പറയണ്ട എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വരുണോട് തിരിച്ചെടുത്തോളാൻ പറഞ്ഞത്. കാരണം കുലത്തിലുള്ളവർ അതേപടി സംരക്ഷിക്കില്ല എന്ന് ഭഗവാന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അത് തിരിച്ചെടുത്തോളാൻ പറഞ്ഞത്. അത് ഉദ്ധവരോടും തൻ്റെ സാരഥിയായിരുന്ന ആളോടും പറഞ്ഞിട്ടുണ്ട്. ദ്വാരകൻ അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. 7 ദിവസത്തിനകം അർജുനെ വിളിച്ച് ദ്വാരകാവാസികളെയൊക്കെ ഷിഫ്റ്റ് ചെയ്തോളാം, ക്യാമ്പിൽ കൊണ്ടാക്കാൻ ഇന്ദ്രപ്രസ്ഥ എന്ന ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 ദിവസം മുങ്ങിപ്പോവും, ഞാൻ ഈ ധാം വിട്ട് കഴിഞ്ഞാൽ 7 ദിവസം മുങ്ങിപ്പോവും എന്ന് പറഞ്ഞു. അപ്പം ഈ ക്ഷേത്ര സങ്കല്പത്തെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. പരശുരാമൻ ഈ കേരളത്തിലെ ക്ഷേത്രാചാരങ്ങൾ തുടക്കം പെരുന്തച്ഛനെ പോലെയുള്ളവരൊക്കെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് തന്നെ. അപ്പം ആ തച്ചന്മാർ വിശ്വകർമ്മ പരമ്പരയിൽപ്പെട്ടവര് അതിൻ്റെ തച്ചുശാസ്ത്രം അനുസരിച്ച് ഒരു ക്ഷേത്രം പരികൽപ്പന ചെയ്യുമ്പോൾ അത് മനുഷ്യ ശരീരത്തിൻ്റെ സങ്കല്പത്തിലാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ക്ഷേത്രത്തിന് ഈ മനുഷ്യ ശരീര സങ്കല്പത്തിൽ നിർമ്മിക്കുക എന്നത് ഉണ്ടായത്. ആ ഒരു ട്രഡീഷൻ, ആ ഒരു സംസ്കാരം നമുക്ക് പകർന്നു തന്നത് ഈ പരശുരാമൻ തന്നെയാണ്. അതിൽ ആദ്യം നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. അതിൻ്റെ അടിത്തറയിട്ടത് വേദങ്ങളെ കൊണ്ടാണ്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവല്ലേ? അത് ദൈവം തന്നെയാണ്. കേരളത്തിൽ 3 വേദത്തിനെ പ്രാധാന്യം പരശുരാമൻ കൊടുത്തിട്ടുള്ളൂ. ഋക്ക്, യജുസ്, സാമം ഈ 3 വേദങ്ങൾക്കേ പ്രാധാന്യമുള്ളൂ. ഈ മഠത്തിൽ പോലും 3 വേദങ്ങളെ പഠിപ്പിച്ചിരുന്നുള്ളൂ. അഥർവ വേദം എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവരാഗതാളങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ ദേവഭൂമിയെ സംരക്ഷിക്കാൻ 3 വേദങ്ങൾ മതി. എന്നാലും ആരോഗ്യ സംരക്ഷണ ശരീര സംരക്ഷണത്തിന് ക്ഷേത്ര സങ്കല്പം തന്നെ ശരീരമാണ്. ഇതം ശരീരം സൗന്ദര്യ ക്ഷേത്രം ഇത്യാഭിധീയത എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്ഷേത്ര സങ്കല്പത്തിലുള്ള ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
അഥർവവേദത്തിൽ നിന്ന് അതിൻ്റെ പാർട്ടായിട്ട് ആയുർവേദം എടുത്തു. നമ്മൾ ഇന്ന് കർക്കിടക കഞ്ഞി കുടിക്കണമെങ്കിൽ ആയുർവേദ. ഇവിടെ വന്നവരൊക്കെ ഇന്നലെ ഒന്നുമില്ലേലും ഇവിടുന്ന് തുടക്കം കുറിച്ചല്ലോ ആ മരുന്ന് സേവിക്കാൻ. ആയുർവേദം കർക്കിടക മാസത്തിൽ ഏറ്റവും ശരീര സംരക്ഷണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് തന്നെയല്ല, ഈ സമയത്ത് ഈ അന്തരീക്ഷത്തെ ശരക്കാലത്തിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ മഴക്കാലത്ത് വർഷകാലത്ത് ഉണ്ടാകുന്ന കൺസിക്വൻസീസ്, ശരീരത്തിനുണ്ടാകുന്ന ക്ഷതങ്ങളെ ഇല്ലാതെയാക്കാൻ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അന്തരീക്ഷത്തിലായിട്ടും ഏത് തരത്തിലായിട്ടും പ്രശ്നങ്ങളുണ്ട്. ആ ശരീരമായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ ശരീരത്തിൻ്റെ സങ്കല്പം തന്നെ പ്രപഞ്ചം തന്നെ. അപ്പോൾ പല വിധത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള ഡിസ്റ്റർബൻസ് നമുക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതിന് ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അത് തന്നെയല്ല, ഈ കർക്കിടക മാസം ഒരു മാസം ഏത് ആയുർവേദം പ്രകൃതിയിൽ നിന്നെടുത്ത ഔഷധങ്ങൾ സേവിച്ചാൽ അത് പെട്ടെന്ന് ശരീരം സ്വീകരിക്കാൻ ഉള്ളൊരു സിസ്റ്റം ഉണ്ട്. നമ്മളെ വീട് ശുദ്ധമാക്കുന്ന പോലെ ശരീരത്തെയും ശുദ്ധീകരിക്കാനുള്ള ഔഷധങ്ങളാണ്. അതിൽ 10-12ഓളം മരുന്നുകൾ ചേർത്തിട്ടാണ് ഔഷധം കൊണ്ടുണ്ടാക്കുന്നത് തന്നെ. അപ്പം ഈ ആയുർവേദം എന്ന് പറയുന്ന വേദം അഥർവവേദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം നാലമ്പലവും അതിലും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ, ഇവിടെയാണെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മതിലെന്ന് തന്നെ ആനമതിലൊക്കെ പൊളിഞ്ഞു കിടക്കുക. അതുകൊണ്ട് അത് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തെ സങ്കല്പിച്ചാൽ മതി. മതിൽക്കെട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗുണത്രയമാണ്. അപ്പം ആ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ആണ് നമുക്ക് അറിവായിട്ട്, അതിനെപ്പറ്റി രണ്ടിനെയും അറിയണം, അപ്പോഴേ യഥാർത്ഥ അറിവാവുള്ളൂ. ആ രണ്ടായിട്ട് നിൽക്കുന്ന ഈ മായ അല്ലെങ്കിൽ പ്രകൃതിയും പുരുഷനും ചേർന്നാൽ മാത്രമേ ഈ ശരീരത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിന് നമുക്ക് സാധിക്കും. ശരീരം മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, ആത്മചൈതന്യം മാത്രം സൂക്ഷ്മ ശരീരത്തിൽ നിന്നിട്ടും കാര്യമില്ല. നമുക്ക് മോക്ഷത്തിലേക്ക് ഈശ്വരനിലേക്ക് ലയിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ശരീരം വിട്ടാൽ നമുക്ക് സൂക്ഷ്മ ശരീരം കിട്ടും. പക്ഷെ സൂക്ഷ്മ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരൊറ്റ കാര്യം അതുകൊണ്ട് സാധിക്കുള്ളൂ, നമുക്ക് കാറ്റത്ത് പോകുന്ന പോലെ എവിടെ വേണമെങ്കിലും അസ്ട്രാ ബോഡിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. സൂക്ഷ്മ ശരീരം കൊണ്ട് എവിടെ വേണമെങ്കിലും നിൽക്കുക, ഇഷ്ടമുള്ളിടത്തൊക്കെ പോയാൽ. അതിൻ്റെ ഒരു ട്രെയിനിങ് ഞാൻ ധ്യാനത്തിൽ കാണിപ്പിച്ചു തന്നു. പക്ഷേ സ്ഥൂല ശരീരം കൊണ്ട് അങ്ങനെ സഞ്ചരിക്കാനും പറ്റില്ല. ഈ വായു ചലിക്കുന്നത് പോലെ ചലിക്കാൻ മാത്രമേ സൂക്ഷ്മ ശരീരം കൊണ്ട് സാധിക്കൂ. കർമ്മശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കർമ്മം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഈ ശരീരമാണ് ക്ഷേത്രം. ആ ശരീരത്തിലെ ജീവചൈതന്യമാണ് ഈശ്വരൻ. അപ്പൊ ശരീരത്തിന്റെ പ്രത്യക്ഷ സങ്കല്പത്തിലാണ് ക്ഷേത്ര നിർമ്മാണം. ആ ക്ഷേത്രത്തിന് മൂലപ്രകൃതി എന്ന കരിനിഴലുണ്ടാകും എന്ന് പറഞ്ഞാൽ മായ. അതാണ് സത്വരജ തമോ ഗുണങ്ങൾ. അപ്പൊ ശരീരത്തെ പറ്റി ആദ്യം പഠിക്കണം. ആ ശരീരത്തിലെ ശക്തികളെയും ഗുണങ്ങളായിക്കോട്ടെ, ശരീരത്തിലൂടെ നമ്മൾ ഏത് തരത്തിലുള്ള ഗുണം, സുഖമോ ദുഃഖമോ, സുഖദുഃഖ മിശ്രവുമായിട്ട് ഉള്ള അനുഭവം നമുക്ക് ഫലമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്ത് ജീവനോട് ചേരുമ്പോൾ അതിനൊരു ഭാവം പ്രകടമാകും. അതാണ് മൂലപ്രകൃതി, മായ, സത്വരജ തമോ ഗുണങ്ങൾ. അപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ സങ്കല്പത്തിലാണ് ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. മതിൽക്ക് പുറത്ത് തമസ്, മതിൽ ഭേദിച്ച് നിങ്ങൾ ക്ഷേത്രത്തിന് ആ അകത്തേക്ക് കയറിയാൽ ആ കവാടത്തിന് കാൽപാദമായിട്ടാണ് നമ്മുടെ ശരീരം. ഒരു മനുഷ്യ ശരീരം മലന്ന് കിടന്നാൽ അതിലെ കാൽപാദമാണ് കിഴക്ക് വശത്തെ ഗോപുരം, നമ്മൾ കടന്നു പോകുന്ന ഗോപുരം.
ഇനി പടിഞ്ഞാറോട്ടാണ് ദർശനം എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരം. ക്ഷേത്രം ഏത് ദിശയിലേക്ക് ദർശനം വച്ച് ഉണ്ടാക്കുന്നോ അതനുസരിച്ചുകൊണ്ട് നമുക്ക് സങ്കല്പം. അപ്പൊ കാൽപാദമാണ് ഗോപുരം. അത് കടന്നകത്തേക്ക് കയറിയാൽ ബലിക്കല്ല്, എന്താ പറഞ്ഞേ, നമ്മുടെ കാൽപാദം കഴിഞ്ഞാൽ കാൽമുട്ട് കഴിഞ്ഞാൽ അരക്കെട്ട്, ബുധം എന്ന് പറയും. അതാണ് വലിയ ബലിക്കലിന്റെ സ്ഥാനം. പിന്നെ നാലമ്പലം എന്ന് പറയുന്നത് അത് സത്വഗുണാത്മകമാണ്. അതും കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ രജോ ഗുണാത്മകമാണ് നാലമ്പലം. അകത്ത് കയറിയാൽ നമസ്കാര മണ്ഡപം, ഹൃദയസ്ഥാനം, അനാഹത ചക്രത്തിന്റെ സ്ഥാനത്താണ് നമസ്കാര മണ്ഡപം ഉണ്ടാക്കേണ്ടത്. നോർത്ത് ഇന്ത്യയിലൊന്നും പോയ നമസ്കാര മണ്ഡപം ഒന്നുമില്ല. ഈ ബലിക്കല്ലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ക്ഷേത്രത്തിന്റെ നിർമ്മാണം സ്റ്റൈല് പോലും ഇതൊന്നുമല്ല. ഒരു പ്രത്യേക ട്രഡീഷൻ പരശുരാമൻ ഇവിടെ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ ഈ ദേവഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ ശരീര സങ്കല്പത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ശ്രീകോവിലെ ശിരസാണ്. അത് സത്വഗുണാത്മകമാണ്. അതിനകത്തിരിക്കുന്നത് ഗുണാതീതനായിരിക്കുന്ന ആത്മാവ്, പരമാത്മാവ് എന്ന് പറയാം. അത് പ്രപഞ്ച പ്രാണനുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്തുന്നതിനാണ് അവിടെ താഴികക്കുടം വച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മുകളിൽ ഒരു താഴികക്കുടം ഉണ്ടെങ്കിൽ അത് ഈ ഈശ്വര ചൈതന്യം, പ്രപഞ്ച പ്രാണനും പരമാത്മാവും ജീവചൈതന്യവും എങ്ങനെ യോജിപ്പിക്കുന്നോ, ശരീരത്തിലെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പ്രപഞ്ച കണക്ഷനെയാണ് ഈ സഹസ്രാര പത്മത്തിന്റെ സ്ഥാനത്താണ് താഴികക്കുടം വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ പറ്റി പഠിച്ചാൽ, നമ്മൾ ഒരു അമ്പലത്തിൽ പോയാൽ, അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ്. ക്ഷേത്ര സങ്കല്പവും നമ്മുടെ ശരീരവുമായിട്ട് ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് മലന്ന് ഈ ഗോപുരത്തിന് വലിയൊരു ശരീരം കൊണ്ടങ്ങ് മലന്ന് കിടന്നാൽ നമ്മുടെ അതേ ശരീരത്തിന്റെ ഭാവനയിലാണ്, അതിലെ ജീവചൈതന്യ സഹിതമാണ് ഒരു ക്ഷേത്ര നിർമ്മാണം. അപ്പൊ അകത്തുള്ള പ്രതിഷ്ഠ നമ്മുടെ ശരീരത്തിലെ ജീവനാണ്, ജീവാത്മാവാണ് ബിംബം. അവിടെ പ്രതീകാത്മകമായിട്ട് പ്രതിബിംബമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഗുരുവും വായും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ചാലും അത് കേവലം പ്രതിബിംബമാണ്. ഈ സങ്കല്പത്തിൽ വേണം നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ. അതിന് അറ്റമൂർത്തിയായിരിക്കുന്ന വരാഹമൂർത്തിയെ കണ്ടു തൊഴുതാലും, ഇവിടെ തന്നെ വന്നിട്ട് ശിവനെ തൊഴുതാലും, സുബ്രഹ്മണ്യനെ തൊഴുതാലും, ആരെ തൊഴുതാലും വേണ്ടില്ല. നമ്മളിൽ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിച്ച്, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിച്ച്, സത്വഗുണത്തെ ജ്ഞാനം കൊണ്ട് ജയിക്കണം. ആ ജ്ഞാനമാണ് നമ്മുടെ തന്നെ ശരീരത്തെയും ശരീരത്തുള്ള ജീവനെയും പറ്റി അറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അതറിയാതെ നിങ്ങൾ എത്രയെത്ര ജന്മങ്ങൾ എടുത്തിട്ട് ഭക്തരായി മാറിയാലും നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം സാധിക്കുന്നതല്ല. എന്നുവരെ സാധിക്കാതിരിക്കുന്നതോ അന്ന് വരെ ഈശ്വരനെ യഥാർത്ഥത്തിൽ അറിയുകയോ, ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ ഈശ്വരനെ പറ്റി അറിയണം. നമ്മളിപ്പോൾ ഒരിടത്ത് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് പോകേണ്ടത്, അവിടെ എന്താണ്, ആരാണ്, ലൊക്കേഷൻ എവിടെയാ, ഇതൊക്കെ കൃത്യമായിട്ട് അതിനെപ്പറ്റി നല്ലോണം അറിയണമല്ലോ. ഇല്ലാതെ എങ്ങനെ പോവുക? അതിനും ഈ ശരീരമല്ലേ മാധ്യമം. അപ്പൊ ഈശ്വരനെ പറ്റി അറിഞ്ഞാലേ ഈശ്വരൻ എവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഈശ്വരന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. അതിന് ശരീരമാണ് മാധ്യമം. അതാണ് ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ആ ശരീരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന സാധനമാണ് ഈ സത്വരജ തമോ ഗുണങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിന്മുദ്രയിൽ ഇരിക്കുമ്പം ചുണ്ടാണി വിരല് ജീവാത്മാവിനെയും പെരുവിരല് പരമാത്മാവിനെയുമാണ് കാണിക്കുക. ആ പെരുവിരലും, അതായത് ജീവാത്മാ പരമാത്മാ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് പെരുവിരലും ചൂണ്ടാണി വിരലും കൂടെ യോജിപ്പിച്ച് പിടിക്കണം എന്ന് പറഞ്ഞത്.
ആ യോജിപ്പിച്ചാൽ അത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു മുദ്രയാണ്. പക്ഷെ അതിന് ഈ യഥാർത്ഥ ഈശ്വര സൈക്ക് വിരലിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തില്ലല്ലോ. അത് സങ്കല്പം മാത്രമാണ്. എന്നാൽ ആ ജീവാത്മാവിനെയും പരമാത്മാവിനെയും യോജിപ്പിക്കണമെന്ന് നിങ്ങൾ ലക്ഷ്യം വച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ അനുഷ്ഠാനം വേണം. അവിടെ എങ്ങോട്ടാ യോജിക്കേണ്ടത്, എങ്ങനെ യോജിപ്പിക്കുക, എന്തൊക്കെയാ യോജിപ്പിക്കേണ്ടത്, അതിൻ്റെ എന്തൊക്കെയാണ്, അതിനെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മയോഗം. ആ അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ സ്വഭാവത്തിലുള്ള സത്വരജ തമോ ഗുണങ്ങള് അത് കരിനിഴലായിട്ട് നിൽക്കും, തടസ്സം ഉണ്ടാക്കും. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ജനിക്കിപ്പം തന്നെ ഉണ്ട്. അതിന്റെ കലർപ്പില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും സസ്യലതാദികൾക്കും നമുക്ക് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്കും ഈ ഘടകം ചേർക്കാതെ ഈശ്വരൻ നമ്മളെ ശരീരം സൃഷ്ടിച്ചു തരില്ല. പിന്നെ അത് ഉണ്ടാക്കി തന്നിട്ട് അതിനെ ജയിച്ചോളാൻ പറയും. ഇതിൻ്റെയൊക്കെ ചെറിയ പ്രതീകാത്മകമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. ഒരിടത്ത് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പിടിക്കാത്തവർ അവിടെ പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹരിക്കുന്ന ആളായിട്ട് വരും. ഈ ലോകത്ത് യുദ്ധമൊക്കെ ക്രിയേറ്റ് ആകുന്നത് എങ്ങനെയാ? തന്നെക്കാളും വലുതായിട്ട് ഇല്ലെങ്കിൽ ഇന്ദ്രന്റെ അതേ സ്വഭാവം. ഇന്ദ്രന് ഈ ആസുരീ സമ്പത്ത് ഉള്ള മനുഷ്യരോ ഇല്ല ഈ ഭൂമിയിൽ ആരെങ്കിലും തപസ് ചെയ്യാൻ പോയാൽ പിടിക്കില്ല. കാരണം തപസ് ചെയ്ത് അവന്റെ ഉള്ളിലുള്ള ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനെ സാക്ഷാത്കരിച്ചാൽ അത് ഇന്ദ്രന് പോലെ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇന്ദ്രന് പോലും ഈശ്വരനെ കാലും മുകളിലല്ല, ഈശ്വരന്റെ താഴെ ഇന്ദ്രൻ. തന്റെ സ്ഥാനം പോകുമെന്നുള്ള പേടി കൊണ്ട് അവിടെ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതേ സ്വഭാവം നമുക്കുണ്ട്. കുറേയധികം 10, 100, 150, 200 രാജ്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ പേരെടുക്കുന്നു, ലോകത്തറിയപ്പെടുന്ന ആളാകുന്നു എന്ന് തോന്നിച്ചാൽ നമ്മളെക്കാളും മുമ്പിൽ നിൽക്കുന്ന സമ്പത്ത് കൊണ്ടോ ഐശ്വര്യം കൊണ്ടോ നിൽക്കുന്ന ഒരു രാജ്യത്തിന് മറ്റവനെ ഉയരാൻ സമ്മതിക്കില്ല. ഇന്ദ്രന്റെ അതേ സ്വഭാവം തന്നെ. അപ്പൊ അവര് ഏതെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇതേപോലെ നമ്മുടെ ഓരോ ശരീരവും ഒരു രാജ്യമാണ്, ഒരു പ്രപഞ്ചമാണ്. നമ്മളിലുള്ള അച്ചീവ്മെന്റ് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ സത്വരജ തമോ ഗുണങ്ങളെ ജയിക്കണം. ഈശ്വര സാക്ഷാത്കാരൻ ആര് നേടാൻ പെർഫെക്റ്റ് ആയിട്ട് ശ്രമിച്ചോ അത് സക്സസ് ആകാൻ തുടങ്ങിയാൽ മറ്റാരെയും ആശ്രയിക്കാതെ, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഒന്നിനെയും ആശ്രയിക്കാതെ അവന് വേണ്ട കാര്യങ്ങളും അവനുമായിട്ട് ബന്ധപ്പെട്ടുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങും. ഈ ആസുരി സമ്പത്തിന്റെ പോകുന്നവർക്ക് പിടിക്കില്ല. അപ്പം അതിന് പ്രേരണ നൽകുന്ന ആരാ? ഈ ഗുണങ്ങളാണ്, ഈ സത്വരജ തമോ ഗുണങ്ങൾ. ഇതിന്റെ ആധിക്യം കൂടുതലുള്ളവരായിരിക്കും, തമോ ഗുണക്കാരായിരിക്കും. ആരും നന്നാകാൻ ശ്രമിച്ചാൽ നന്നാക്കാതിരിക്കുന്ന തമോ ഗുണ ആധിക്യമുള്ളവർക്കായിരിക്കും ഈ ഇന്ദ്രന്റെ പോലെ ഉള്ള സ്വഭാവം ഉണ്ടാകുക. കാരണം എന്താ? തമോ ഗുണത്തിലാണ് ആസുരി ഭാവം വരിക. അപ്പൊ മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഇല്ലെങ്കിൽ അവർക്ക് തടസ്സം ഉണ്ടാക്കാനൊക്കെ തമോ ഗുണക്കാരെ ശ്രമിക്കും. അതായത് യഥാർത്ഥത്തിൽ അറിയാൻ മേലാത്തവർ അവരാണ് ആസുരി ജന്മം പറയുന്നത്. ഇതെല്ലാ കാലത്തും ഉണ്ട്, എല്ലാ യുഗത്തിലും ഉണ്ട്. അപ്പം അതിന് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇനി ദീക്ഷ എടുത്തിട്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ സ്ട്രിക്റ്റായിട്ട് നിന്ന് പഠിച്ചാലും വേണ്ടില്ല, നമ്മളിൽ തന്നെയുള്ള ഗുരുവിന് പോലും ആ മായയെ നിങ്ങൾക്ക് അതിക്രമിക്കാനുള്ള മാർഗദർശനം നൽകാൻ പറ്റുള്ളൂ. അത് ജയിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ്. അത് ഞാനായാലും അതെ. അപ്പം നമ്മളിൽ തന്നെയുള്ള ഈ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണമാണ് ഈ മായയുടെ സ്വരൂപം. ഇതാണ് നമ്മുടെ സ്വഭാവം. ജന്മവാസന, നമ്മുടെ ഇഷ്ടാനുഷങ്ങളൊക്കെ പ്രകടമാകുന്നത് ഈ സത്വരജ തമോ ഗുണങ്ങളിലൂടെ തന്നെ ആയിരിക്കും.
നമ്മുടെ സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ 3 ഗുണങ്ങളുടെ കലർപ്പാണ്. അപ്പം ഈ ശരീരം കാര്യമാണെങ്കിലും കാരണം ഇന്ദ്രിയങ്ങളും ശരീരത്തിലുള്ള ശക്തികളുമാണ്. കാരണം നമ്മുടെ ചൈതന്യഭാസം ഈശ്വരനുമാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ഈ ശരീരത്തെ ജീവചൈതന്യം ഇല്ലെങ്കിൽ നമുക്ക് ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലോ. അപ്പൊ ശരീരം കാര്യമാണ്, കാരണം നമ്മുടെ ഇന്ദ്രിയ ഭോഗങ്ങളും. അപ്പൊ ഈശ്വരനിലേക്ക് എത്താൻ തടസ്സമുണ്ടാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹംബോധവുമാണ്. ഞാൻ എന്ന ബോധവും. ഈ ഇന്ദ്രിയങ്ങൾക്ക് എന്താ ഡ്യൂട്ടി? അതെപ്പോഴും അതിൻ്റെ ആഹാരം തേടും. കണ്ണിന് എപ്പോഴും കാഴ്ചകളുടെ പിന്നാലെ പോകാനാണ് ഇഷ്ടം. കണ്ണിന്റെ ആഹാരം കാഴ്ചകളാണ്, ചെവിയുടെ ആഹാരം കേൾവികളാണ്. നല്ലത് ചീത്തയൊക്കെ കേൾക്കാൻ പുറത്തേക്ക് പോകും. അതിന്റെ ഡ്യൂട്ടി അതാ. അത് അതിന്റെ ആഹാരം തേടും. എന്ത് കിട്ടിയാലും വേണ്ടാന്ന് പറയില്ല. കണ്ണൊരിക്കലും പറയില്ല ഇത് കാണാൻ പാടില്ലാത്ത ആട്ടോ അതുകൊണ്ട് കണ്ണടച്ചോ എന്ന് പറയോ? ഇല്ല. കണ്ണിന്റെ ആഹാരം കാഴ്ചകളാ. അത് നല്ലത് കാണാനും ചീത്ത കാണാനും ഒക്കെ കണ്ണ് റെഡിയാണ്. കണ്ണിനൊരു സംശയമൊന്നുമില്ല. ഇതേപോലെ സ്വാദ് അറിയുന്നത് നല്ലത് സ്വാദ് അറിഞ്ഞു കഴിക്കാനും സ്വാദ് ഇല്ലാത്ത നാക്കിൻ തുപ്പത്ത് ചെല്ലുമ്പോഴല്ലേ ഇത് നല്ലതാണോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയുള്ളൂ. നാക്കെപ്പോഴും അന്വേഷിക്കുന്ന അതിൻ്റെ ആഹാര സ്വാദിഷ്ടമായ എന്ത് കിട്ടിയാലും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ നാക്കിന് ഇഷ്ടപ്പെടാത്തത് കഴിക്കും, അതിൻ്റെ ആഹാരം. അപ്പം നമ്മളെ കൊണ്ട് തന്നെ തുപ്പിക്കും, അല്ലേ? ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതിൻ്റെ ആഹാരം അത് തേട് തന്നെ ചെയ്യും. അതിന് നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആഹാരം തേടി പോകുമ്പം നമ്മൾ അതിൻ്റെ അടിമയായിപ്പോകും. ഇതോരോന്നും മനസ്സിലാക്കി തരുന്ന മീഡിയേറ്ററാ. മനസ്സാണ് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ എന്നൊക്കെ പഠിപ്പിക്കണം, അല്ലേ? അനുഭവിച്ചു കഴിയുമ്പോഴല്ലേ പഠിക്കുക. ഈ മനസ്സ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളേക്ക് ആഹാരം അതിൻ്റെതായ ആഹാരം തേടി പോകുമ്പോൾ മനസ്സും അതിൻ്റെ പിന്നാലെ പോവും. മനസ്സിന്ദ്രിയങ്ങൾക്ക് വഴങ്ങി കൊടുക്കലാന്നുള്ള ഇന്ദ്രിയം മനസ്സിന്റെ ഡ്യൂട്ടി. ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മടങ്ങി കൊടുക്കും. ഇല്ലെങ്കിൽ മടങ്ങില്ലെങ്കിൽ നമ്മൾ കണ്ടില്ലെന്ന് തോന്നില്ലല്ലോ, കേട്ടാ കേട്ടു എന്ന് തോന്നില്ല. ആ തോന്നലുണ്ടാക്കുന്ന മനസ്സാ. അതിനും വിഷയമൊന്നുമല്ല. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും ഒക്കെ മനസ്സിലാക്കി തരും നമ്മളെ. പക്ഷെ എന്താ കുഴപ്പം? നമ്മുടെ സ്വഭാവത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതേപ്പറ്റി ഒന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത കാലത്ത് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അടിമയായിപ്പോൾ. ഈ 5 ശക്തികളും മനസ്സാകുന്ന ഈശ്വരന്റെ ശക്തിയും കൂടെ അതിൻ്റെ ഇഷ്ടത്തിന് പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയും അസ്വാതന്ത്രനായിപ്പോകും, അതിൻ്റെ പിന്നാലെ പോകും. എന്നിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ തന്നെ തീരുമാനമുണ്ട്. മറിച്ചൊന്ന് ചിന്തിക്കുക ഇല്ല. ഏത് വിഷയം കണ്ടാലും വേണ്ടില്ല, അതിൻ്റെ പിന്നാലെ പോകും. അത് വേണമെന്ന് ആഗ്രഹിക്കും, അത് ദൃഢനിശ്ചയം ചെയ്യും. അതിനു വേണ്ടിയിട്ട് ശരീരം കൊണ്ട് എന്തു ചെയ്യും? ഇപ്പൊ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ത് കാര്യത്തിനും നമ്മൾ അസ്വാതന്ത്രരാന്ന് പറഞ്ഞാൽ അസ്വാതന്ത്രരായിട്ടാണ് ജനിക്കുന്നതെന്ന് ഭഗവാൻ ഗീതയിൽ 4-ാം അധ്യായത്തിൽ അർജുനോട് പറയുന്നുണ്ട്. നമ്മളും അങ്ങനെ അസ്വാതന്ത്ര്യത്തോടു കൂടിയാ ജനിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നയിക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമായിരിക്കും. ഈ വിഷയങ്ങളൊക്കെ ആസുരി സമ്പത്താ.
അപ്പൊ ആസുരി സമ്പത്തിന് വേണ്ടിയിട്ടാണ് ജനിക്കുന്നത് എന്ന് നമ്മൾ ധാരണ ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ അതിൻ്റെ കൺട്രോളിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സാധാരണ എല്ലാ മനുഷ്യരും ജനിക്കുന്നത് അസ്വാതന്ത്രരായിട്ടാണ്. ഞാൻ ഈ മായയെ ജയിച്ചവനാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഇഷ്ടമുള്ളപ്പോൾ ഏത് രൂപവും ധരിച്ച് വരാൻ സാധിക്കും. അപ്പൊ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? നമുക്ക് നമ്മുടെ ആത്മാവിന് സ്വതന്ത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. നമ്മളിപ്പോൾ അസ്വാതന്ത്രരായി ഈ ജീവനെ കിട്ടിയിരിക്കുന്നതിനെ നമ്മൾ അടിമയാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. അതാണ് അസ്വാതന്ത്ര്യം. അസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ അടിമയാകും. ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമയായാൽ മനസ്സും അതിന് അടിമയായി പോവും. മനസ്സ് അടിമയായാൽ ബുദ്ധിയും അടിമയാകും. ഉപയോഗിക്കുന്ന ആത്മാവിനെ അതുകൊണ്ട് മായ എന്താണെന്ന് അറിയുകയും ആ മായയുടെ വിഭാഗീയത മനസ്സിലാക്കുകയും ആ മായയെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗം ശരീരത്തെ പറ്റി പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ശരീരം എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു, അതെങ്ങനെയാണ് അതിൻ്റെ നിലനിൽപ്പ്, അത് എന്തൊക്കെ ഘടകങ്ങളാണ് അതിലുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ശരീരത്തെ പറ്റി ആദ്യം പഠിക്കൂ. എന്തിനാ ശരീരത്തെ പറ്റി ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് എടുക്കാനല്ല. അതെടുത്തിട്ട് കാര്യമൊന്നുമില്ല. അത് ഈ ശരീരങ്ങളെ കീറി മുറിച്ചിട്ട് എന്തെങ്കിലും തരികിടം കാണിച്ചിട്ട് അത് കാശുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഈ ആധുനിക കാലത്തെ അലോപ്പതിയിലെ ഡോക്ടർമാരൊന്നും ശരീരത്തിന് യഥാർത്ഥ ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞ ശരീരത്തെ അറിഞ്ഞിട്ടാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകും അവര്. ഞാൻ മെഡിക്കൽ ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക്, ഗീതാശാസ്ത്രം. അപ്പൊ ICUവിനെ പറ്റി ഗീതയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ വ്യാഖ്യാനിച്ചപ്പം ആ ICUവിൽ കാഷ്വാലിറ്റിയിൽ ICUവിന്റെ ഇൻചാർജ് ആയിട്ട് സൂപ്പർവൈസർ ആയിരിക്കുന്ന ഡോക്ടറോടായിരുന്നു. അയാള് ഭയങ്കരമായിട്ട് ചിരിക്കുക ചെയ്തു. നമ്മളെ കളിയാക്കിയിട്ടല്ല, സത്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഗൂഢമായ ഒരു ചിരിയായിരുന്നു. മനസ്സിലായില്ലേ? ശരീരത്തെ പറ്റി ഇത്ര സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഡോക്ടർമാരും, ഇനി ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ, അവരുടെയൊക്കെ ലക്ഷ്യം നമ്മളെ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും രോഗികൾ ക്രിയേറ്റ് ആകുന്നു? എന്തുകൊണ്ട് ഇവരുടെ ആശുപത്രികളും മെഡിക്കൽ ഷോപ്പുകളും ഇത്രയധികം സുലഭമായിട്ട് വളരുന്നു? ഇവർ ആരോഗ്യ സംരക്ഷണത്തിൽ സക്സസ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ വളർച്ചയുണ്ടോന്ന്? മരുന്ന് കമ്പനികൾ എന്തുകൊണ്ട് എത്ര വെറൈറ്റീസ് ഒരേ മരുന്ന് തന്നെ പല പേരിലും പല കമ്പനികളും ഇറക്കുന്നുണ്ട്? അപ്പൊ ശരീരത്തെ പറ്റി സത്യസന്ധമായിട്ട് പറഞ്ഞ ഗുരുവായൂരപ്പൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനുഷ്യനോട്. അതും ഭഗവാൻ ശരീരം എടുത്തു വന്നിട്ടാണ് പറഞ്ഞത്, അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അശരീരി പറയൊന്നുമല്ല. അവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ജനിക്കുന്നത് അസ്വാതന്ത്രരായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഭൗതികമായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും രമിപ്പിക്കുന്ന ആ ശക്തി, നമ്മുടെ ശരീരത്തുള്ള ആ ശക്തികൾ തന്നെയാണ് നമ്മളെ അസ്വാതന്ത്രരാക്കുന്ന മായയിൽപ്പെടുത്തുന്നത്. ശരീരം നിർമ്മിച്ച് നൽകുമ്പോൾ തന്നെ ഈ മായ ചേർത്താം, എന്നാ പിന്നെ ഇത് ചേർക്കാതെ ഇരുന്നുകൂടെ? അത് ചേർക്കാതെ ശരീരം ഉണ്ടാവൂല. അപ്പൊ പിന്നെ ചേർക്കാതിരിക്കാൻ പറ്റും? നമുക്കൊരു ഔഷധം നിർമ്മിക്കണമെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ ഇൻഗ്രീഡിയൻസ് എന്താ കൂട്ടണ്ടെന്നുള്ളത്
ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാൻ ധരിച്ചാല് സാമ്പാറിന് വേണ്ട സാധനങ്ങളൊക്കെ കൂട്ടിയാലേ സാമ്പാറാകൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് എന്തെങ്കിലും വിട്ടിട്ട് ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടാക്കുമോ? ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചായക്ക് വേണ്ട ഘടകങ്ങൾ തന്നെ വേണ്ടേ അതിൽ ചേർക്കാൻ? നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി ചേർക്കാൻ പറ്റുമോ? മാറ്റി ചേർക്കാൻ അത് ചായ ആവുമോ? ഇങ്ങനെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രപഞ്ച വസ്തുക്കളിൽ നമ്മൾ കഴിക്കുന്നതോ കഴിക്കാത്തതോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ നമ്മളിൽ അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ശരീരത്തിലുള്ള ഇന്ദ്രിയ ശക്തികളും മനസ്സും ബുദ്ധിയും അഹംബോധവും തന്നെയാണ്. അത് അറിയാതിരിക്കാനാണ് മായ എന്ന സങ്കല്പം ഉണ്ടാക്കിയിട്ടുള്ളത്. മായ ജയിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ ഭഗവാൻ തന്നെ മായയെ ജയിക്കാം, എന്നെ ശരണം പ്രാപിച്ചാൽ മതി എന്നും പറഞ്ഞു. വെറുതെ പോയിട്ട് ശരണം പ്രാപിച്ചാൽ പോരാ, ഭഗവാൻ ശരീരത്തെ പറ്റി പറയുന്ന പഠിക്കണം. നമ്മൾ ശരീരം കൊണ്ട് പോയിട്ട് നമസ്കരിച്ചുകൊണ്ട് ശരണം പ്രാപിക്കലൊന്നും ആയില്ല. നമ്മൾ ഈ ശരീരത്തെ പറ്റി പഠിക്കണം. ഈ ശരീരത്തിലെ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ അതിൽ പ്രകടമാകുന്നത് സ്വഭാവത്തെ പറ്റി പഠിക്കണം. ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ മായ എന്ന സംഗതിയാണ് അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുന്നതെങ്കിൽ ആ മായയുടെ ചേർച്ച നമ്മുടെ സ്വഭാവമായിട്ട് വരും. ഈ സ്വഭാവത്തെ അറിഞ്ഞാൽ മതി. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വഭാവത്തെ മനസ്സിലാക്കിയാൽ ഞാൻ സാത്വികനാണോ രാജസനാണോ താമസനാണോ, ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു ഭാവം എല്ലാവർക്കും ഉണ്ട്. സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഈ മൂന്ന് ഗുണങ്ങൾ ചേരാത്ത ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ ഒരു ജീവിക്കും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവത്തിൽ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഈ സത്വഗുണത്തിന്റെ പ്രഭാവം, രജോ ഗുണത്തിന്റെ പ്രഭാവം, തമോ ഗുണത്തിന്റെ പ്രഭാവം നമ്മളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു, അതെപ്പോഴൊക്കെ ഏതൊക്കെ തരത്തിൽ നമ്മളിൽ തന്നെ പ്രകടമാകുന്നു, നമ്മുടെ ചിന്തയില്, വാക്കില്, പ്രവൃത്തിയില്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളില്, ആഹാര വിഹാരത്തില്, എല്ലാ കാര്യത്തിലും നമ്മുടെ സ്വഭാവം തന്നെ പ്രശ്നം. പഹത സ്വഭാവ. അത് ജനിപ്പിക്ക കിട്ടിയേക്കണ സ്വഭാവമല്ലേ. 3 വയസ്സ് കഴിയുമ്പോ തൊട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ കാണിക്കാൻ തുടങ്ങും. അമ്മയോ അച്ഛനോ ഇഷ്ടമുള്ളവരെന്ന് ധരിച്ചിട്ട് നമ്മൾ ധരിച്ചിട്ട് പഞ്ചാരപ്പാൽ പായസം കൊണ്ടു കൊടുത്താലും അത് ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ കഴിക്കുള്ളൂ. അത് തന്നെ സ്വഭാവം. എന്നാ ഇഷ്ടമുള്ളത് കിട്ടിയാലോ ഇനിയും വേണമെന്ന് പറയും, ഇല്ലേ കരയും. പറയാൻ പറ്റാത്ത ആള് കരയും. 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പറയാൻ തുടങ്ങും ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്ത. അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ നമ്മളിൽ തന്നെ പ്രകടമാകുന്ന ഈ ഗുണഭാവങ്ങളാണ്, ഗുണങ്ങളുടെ ചേർച്ചയാണ് നമ്മുടെ സ്വഭാവം. അതിനൊരു വിഭാഗീയതയുണ്ട്. അത് സത്വഗുണമുണ്ട്, അതിൽ രജോ ഗുണമുണ്ട്, അതിൽ തമോ ഗുണമുണ്ട്. ഇത് ചേർന്നിട്ടാണ് നമ്മുടെ സ്വഭാവം പ്രകടമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ശരീരത്തിലൂടെ തന്നെ തിരിച്ചറിയണം. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ശരീരത്തിൽ ജീവൻ ഇരിക്കുമ്പം ഞാനിപ്പോൾ ശരീരത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ സത്വരജ തമോ ഗുണങ്ങളുടെ വിഭാഗീയത നമ്മൾ തന്നെ കണ്ടെത്തണം. എത്രമാത്രം എന്നിൽ സത്വഗുണമുണ്ട്, എത്രമാത്രം രജോ ഗുണമുണ്ട്, എത്രമാത്രം തമോ ഗുണമുണ്ട്, ആ സത്വഗുണത്തിന്റെ പ്രഭാവം എപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്, എപ്പോഴാണ് പ്രകടമാകുന്നത്, രജോ ഗുണം എപ്പോഴാണ് എന്നിൽ പ്രകടമാകുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോഴാണ്, എന്തൊക്കെ ഇഷ്ടപ്പെടുമ്പോഴാണ്, എന്തൊക്കെ വാസനാപരത്തിലാണ് എന്നൊക്കെ നമ്മൾ അതിൻ്റെ വിഭാഗത്തെ തിരിച്ചറിയണം. തമോ ഗുണത്തിന്റെ പ്രഭാവം എപ്പോഴൊക്കെ പ്രകടമാകുന്നു എന്ന് സെൽഫ് അനലൈസേഷൻ നടത്തണം. അതിലെ വിഭാഗീയത എന്തെന്ന് കണ്ടെത്തണം. അത് പ്രായോഗിക തലത്തിൽ എപ്പോഴൊക്കെ പ്രകടമാകുന്നു, നമുക്ക് വ്യത്യസ്തമായ സ്വഭാവം
ഈ കോമൺ ആയിട്ട് ജന്മവാസനയിലുള്ളത് മാറ്റില്ല എന്ന് വെച്ചുള്ളൂ. പക്ഷെ ഈ പ്രകൃതിക്ക് പ്രഭാവം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഭാവവും മാറും ഓട്ടോമാറ്റിക്. ഒരു 50% നമ്മുടെ സ്വതന്ത്രമായില്ലെങ്കിൽ നമ്മുടെ സ്വന്തം നിലയിലുള്ള സ്വഭാവം നമുക്ക് വാസനാബലത്താൽ പ്രകടമാക്കാൻ പറ്റൂ. അതിൻ്റെ കൂടെ 50% പ്രകൃതിയുടെ ഭാഗവും കൂടെ കൂടും. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ പ്രകൃതിയിൽ പ്രത്യക്ഷത്തിൽ 24 മണിക്കൂർ സമയത്തെ കണക്കാക്കിയാൽ ഈ സമയത്ത് സത്വഗുണത്തിന്റെ പ്രഭാവം, രജോ ഗുണത്തിന്റെ പ്രഭാവം, തമോ ഗുണത്തിന്റെ പ്രഭാവം, അതിൽ പ്രഭാവത്തിന്റെ വിഭാഗീയതയുണ്ട്. പ്രകൃതിയിൽ എപ്പോൾ ഏത് സമയത്ത് സത്വഗുണ പ്രഭാവം ഉണ്ടോ അതനുസരിച്ച് പ്രകൃതി പ്രവർത്തിക്കും. രജോ ഗുണ പ്രഭാവം ഉള്ളപ്പോൾ അതനുസരിച്ച് പ്രകൃതി പ്രവർത്തിക്കും. അതിൽ യാതൊരു മാറ്റവും വരില്ല, കലർപ്പും വരില്ല. തമോ ഗുണത്തിന്റെ ആധിക്യമുള്ള സമയത്ത് തമോ ഗുണം തന്നെ പ്രകടമാണ്. അപ്പൊ പ്രകൃതി നമുക്ക് ചുറ്റുമുള്ള കാലമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ കാലവും ഈ 3 ഗുണങ്ങളുടെ ചേർച്ചയാൽ ബന്ധിതമാണ്. അപ്പൊ പ്രപഞ്ച സൃഷ്ടിയിലും ഒരു അസ്വാതന്ത്ര്യമുണ്ട്. പ്രകൃതിക്ക് ഈ 3 ഗുണങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം തന്നെ. അപ്പൊ ഈ പ്രകൃതിയിലെ സസ്യലതാദികളായിക്കോട്ടെ, പക്ഷിമൃഗാദികളായിക്കോട്ടെ, സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളായിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തിൽ ഈ ഗുണങ്ങളുടെ ഭാഗത്തിൽ അവരും അസ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. കാരണം അതിന്റെ പിടിയിലാണ്. സൂര്യൻ ഉദിക്കണമെങ്കിൽ സത്വഗുണ പ്രഭാവത്തിലെ ഉദിച്ചുയരണമെങ്കിൽ രജോ ഗുണ പ്രഭാവം വേണം. അത് അസ്തമിക്കണമെങ്കിൽ തമോ ഗുണ പ്രഭാവം വേണം. ഒരു പൂ വിടരണമെങ്കിൽ സത്വഗുണ പ്രഭാവം വേണം. അത് വിടർന്ന് വികസിക്കണമെങ്കിൽ രജോ ഗുണം വേണം. അത് വാടി തളരണമെങ്കിൽ തമോ ഗുണം വേണം. പ്രഭാവ സമയത്ത്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ സത്വഗുണ പ്രഭാവമായിരിക്കും. സൂര്യൻ ഉദിച്ചുയരുന്ന അനുസരിച്ച് രജോ ഗുണ പ്രഭാവം വർദ്ധിക്കും. അപ്പൊ ഈ ഗുണത്തിന്റെ ഭാവങ്ങളെ പ്രകടമാക്കുന്നതിൽ അവിടെ ഒരു സൂര്യബുദ്ധി ഉണ്ടെന്നാണ്. മഴക്കാലമാണ് സൂര്യൻ മറഞ്ഞു നിൽക്കാന്ന് വെച്ചുകൊണ്ട് സൂര്യൻ ഉദിക്കാതിരിക്കുന്നൊന്നുമില്ല. സൂര്യൻ തന്നെ സൃഷ്ടിച്ച് അതിനെ ശേഖരിച്ച് വെച്ച കാർമേഘങ്ങളാണ് സൂര്യൻ തന്നെ മറയ്ക്കുന്നത്. അപ്പൊ സൂര്യനെയും മായ ബാധിക്കുന്നുണ്ടെന്നർത്ഥം ഇല്ലേ? സൂര്യന്റെ കിരണം, സൂര്യൻ തന്നെ സൃഷ്ടിക്കുന്ന കാർമേഘങ്ങള് സൂര്യനെ മറയ്ക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്ത് 24 ഘടകങ്ങളും ഈശ്വര ശക്തി ഉണ്ടെങ്കിലും ആ ഈശ്വര ശക്തിയെ നമ്മുടെ ശരീരത്തിലുള്ള പ്രകടമാകുന്ന നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗുണപ്രഭാവത്താൽ പ്രകടമാകുന്ന സ്വഭാവം കരിനിഴലായിട്ട് ജീവാത്മാവിനെ മറച്ചു കളയും. എന്നാൽ ഇതിനെ ഈ മറ മാറ്റണം. അതാണ് നമ്മൾ ഇതൊക്കെ പഠിക്കണം. ഇതിനെ ഈ മറ മാറ്റണം. സൂര്യന്റെ കാർമേഘങ്ങൾ അത് പ്രകൃതിയുള്ള 50% ശക്തി കൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാർമേഘങ്ങൾ അഥവാ ലിമിറ്റ് കൂടുതൽ ഉണ്ടായിട്ട് സൂര്യനെ മറച്ചാൽ അപ്പം അടുത്ത പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെ പറഞ്ഞു കൊടുക്കും. കാറ്റ്, വായു ചെന്നിട്ട് ഈ കാർമേഘങ്ങളെ എടുത്തു കൊടുക്കും. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സില്ല. നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകൃതിയുണ്ട്, നമ്മളിൽ തന്നെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിലുള്ള സ്വഭാവത്തെ ആദ്യം അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മൾ സത്വഗുണ, രജോ, ഈ 3 ഗുണങ്ങളെ ഇല്ലാതെ ആർക്കും ഒരു ജന്മത്തിലും എത്ര ശ്രേഷ്ഠമായ ജന്മമാണെന്ന് പറഞ്ഞാലും ബ്രഹ്മജ്ഞാനിയായാൽ പോലും, അതിനപ്പുറത്തേക്ക് ആരുമില്ലല്ലോ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന മഹാത്മാക്കൾ പോലും ഈ സത്വരജ തമോ ഗുണങ്ങളുടെ പിടിയിലാണ്. അവര് ആ ബ്രഹ്മജ്ഞാന തലത്തിലേക്ക് എത്തിയത് ഗുണാതീത ഭാവത്തിൽ എത്തിയിട്ടാണ്.
എന്നിരുന്നാലും ഇവർക്ക് ഏത് സമയത്ത് ഈ മായ കയറി പിടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അപ്പം ഈ സത്വരജ തമോ ഗുണങ്ങളാണ് നമ്മുടെ സ്വഭാവം ക്രിയേറ്റ് ചെയ്യുന്നതും ആ സ്വഭാവം കൊണ്ട് തന്നെ നമ്മൾ ആ സ്വഭാവം കാരണമായിക്കൊണ്ടാണ് നമ്മൾ ശ്രേഷ്ഠമായ ഉയർന്ന ജന്മത്തിലേക്കോ തൽസ്ഥിതിയിലോ അധോ ജന്മത്തിലേക്കൊക്കെ പോകാൻ വരുന്നത്. അത് ഭഗവാൻ തന്നെ ക്ഷേത്ര ശരീരശാസ്ത്രം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ശരീരവും ശരീരത്തിലുള്ള ശക്തിയും തമ്മിലുള്ള കണക്ഷൻ അനുസരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ജന്മത്തിലേക്കും ഇല്ലെങ്കിൽ നീചയോനികളിൽ ജനിക്കാനും ഒക്കെ ഇടവരുന്ന ഭഗവാൻ പറഞ്ഞു. അപ്പൊ അതിനെല്ലാം കാരണം വരുന്നത് ഈ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് കർപ്പണ്യദോഷോ പഗത സ്വഭാവക. അനേക ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമായിട്ട് എനിക്കിപ്പോ വന്ന് ഭവിച്ചിരിക്കുന്ന സ്വഭാവം കാരണമായിക്കൊണ്ട് എനിക്ക് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ധർമാധർമ്മങ്ങളെ തിരിച്ചറിയണമെങ്കിൽ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ ജ്ഞാനം കൊണ്ടും ജയിക്കണം. അപ്പൊ അതിനെയൊക്കെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തമസിനെയും രജസിനെയും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ജയിക്കാൻ പറ്റും. അപ്പൊ ജയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ തമോ ഗുണത്തിന്റെ പ്രഭാവം എത്രയുണ്ടെന്ന് അറിയണം, രജോ ഗുണത്തിന്റെ സ്വഭാവം എത്ര മാത്രം ഉണ്ടെന്ന് അറിയണം, തമോ ഗുണത്തെ സത്വഗുണത്തിന്റെ പ്രഭാവം എത്രമാത്രം, അതേപ്പറ്റി നമുക്ക് എത്രമാത്രം അറിവുണ്ടെന്നറിയണം. അതറിയണമല്ലോ. അപ്പൊ ഈ മൂന്ന് ഗുണത്തിന്റെയും പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞു ഇരിക്കും ഓരോരുത്തരിലും. ഏതാണോ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്, സത്വഗുണമായിരിക്കണം പെർസെൻറ്റേജ് മൂന്ന് ഗുണങ്ങളിൽ ഒരാളിൽ കൂടുതലെങ്കിൽ അവൻ സാത്വികനായിരിക്കും, സംശയമൊന്നും വേണ്ട. അവൻ സാത്വികമായ സമയത്ത് എഴുന്നേൽക്കുന്നവനും സാത്വികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനും സാത്വികമായ ആഹാരം കഴിക്കുന്നതിനും സാത്വികമായ സ്വഭാവത്തിലുള്ള വേഷഭൂഷാദികളൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അവൻ്റെ ടോട്ടലി സ്വഭാവം സാത്വികമായിരിക്കും. ഇനി രജോ ഗുണമാണ് ഒരാളിൽ കൂടി നിൽക്കുന്നതെങ്കിൽ അവൻ രജസനായിരിക്കും, രാജസനായിരിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പൊതുവേ നമ്മളെല്ലാം രജോ ഗുണക്കാരാ. രജോ ഗുണത്തിന്റെ ആധിക്യം വരുമ്പോഴാണ് മനുഷ്യനായിട്ട് തന്നെ ജന്മം കിട്ടുക. പെർസെൻറ്റേജ് അതിപ്പോഴും കൂടി നിൽക്കും മനുഷ്യൻ ടോട്ടലി. ഇതിനിടയ്ക്ക് കുറേശ്ശെ സത്വഗുണം ഇല്ലാതെ ഇരിക്കില്ല, കലർപ്പുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് ഇനി തമോ ഗുണക്കാരെ ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ. കാരണം ടോട്ടലി ഇതിന്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ സത്വഗുണം ടോട്ടലി എല്ലാവരിലും ഈ പ്രകൃതിയിലെ സത്വഗുണത്തിന്റെ പ്രഭാവം വളരെ ചുരുക്കം ഉണ്ടാവും. അതായത് അതുകൊണ്ടാണ് ഈ മൂന്ന് വിരലുകള് ചിന്മുദ്രയിൽ ഇരിക്കാൻ പറയുമ്പം ഏറ്റവും കൂടുതൽ തമസിനെയാണ് നടുവിരൽ കാണിക്കുന്നത്, മോതിര വിരല് രജോ ഗുണത്തെ കാണിക്കുന്നു, സത്വഗുണത്തെ കാണിക്കുന്നത് ചെറുവിരലാണ്. ഇതിനെ ജയിക്കല് പ്രയാസമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാട്ടോ. എങ്ങനെ? എന്നെ സമീപിച്ചാൽ മതി. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ മൂപ്പരാ. അതുകൊണ്ട് ആരാണോ ഇതിന്റെ പ്രൊഡക്ഷന്റെ ഉടമയെ സമീപിക്കാതെ അത് ജയിക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പൂർണ്ണമായിട്ട് അത് ഗൂഢമാണ്. അതുകൊണ്ട് മായ എന്ന് പറയുന്നു. ചില ആയുർവേദ ഒറ്റമൂലി ചികിത്സകരോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യൽ മരുന്ന് കൊടുക്കുന്നവരെ കേരളത്തിൽ തന്നെയുണ്ട് പലരും. അവരാ മരുന്നിൻ്റെ കൂട്ടെന്താന്ന് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിൽ അടുത്ത തലമുറയിൽ അതിന് അർഹതയുള്ളവർക്ക് മാത്രമേ ആ മന്ത്രദീക്ഷയോ ഇല്ലെങ്കിൽ ആ മരുന്നിൻ്റെ കൂട്ടെന്താന്നും പറഞ്ഞു കൊടുക്കുള്ളൂ. അതേപോലെ നമ്മുടെ ഈ ഗുണങ്ങളുടെയൊക്കെ സൃഷ്ടാവേ ഭഗവാൻ തന്നെയാണ്. അപ്പം അതിലെന്തൊക്കെ കലർപ്പുള്ളത്, ഓരോരുത്തരുമുള്ള കലർപ്പിൻ്റെ പ്രഭാവത്തെ പൂർണ്ണമായിട്ട് അറിയുന്നത് ഭഗവാന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്ര വിഭാഗീയത ഞാൻ പറഞ്ഞു, നിങ്ങളിലുള്ള സ്വഭാവം അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. നമ്മൾ ഓരോരുത്തരും സാത്വികനാണോ രാജസ്ഥനാണോ താമസനാണെന്നോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഇഷ്ടാനുസങ്ങളുടെയും നിങ്ങളുടെ വേഷഭൂഷാദികളുടെയും നിങ്ങളുടെ സെലക്ഷൻസും
ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വളരെ ഗഹനമായിരിക്കുന്ന, നിങ്ങൾ സാത്വികനാണോ രാജസനാണോ താമസനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ റിയർ കേസേ ഉണ്ടാവും. മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ യഥതിഥേ എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ. എനിക്കിത്ര അച്ചീവ്മെൻ്റ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഗുണത്തെപ്പറ്റി ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിലുള്ള ഗുണത്തിൻ്റെ പ്രഭാവത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും സത്വഗുണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, പിന്നെ സത്വഗുണത്തെയും കൂടെ ജയിക്കാനുള്ള ശ്രമമാണ്. തമസും രജസ്സും നിവൃത്തിയുള്ളിടത്തോളം ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. എന്തെങ്കിലും ജോലി ചെയ്യണേ രജോ ഗുണം വേണം. നമുക്ക് കുറച്ച് നേരം ഒരു നിമിഷത്തേക്കാണെങ്കിൽ ഒന്ന് ബ്ലാങ്ക് ആയിട്ടൊന്ന് വിശ്രമം എടുക്കണമെങ്കിൽ തമോ ഗുണം വേണം. എന്നാൽ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. 2 ദിവസമായിട്ട് 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ഈ കഞ്ഞിയൊക്കെ ഉണ്ടാക്കണത്. 3 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. 3 മണിക്കൂർ ഉറങ്ങിയാൽ അത് സുഷുപ്തിയിലായിരിക്കും, ഒരു സ്വപ്നം പോലും കാണാതെ ഉറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നാലോ ഉറങ്ങൂല. അപ്പം എന്തെങ്കിലും ചെയ്യാം, വെറുതെ മിഥ്യാചാരം ചെയ്യരുതെന്ന് ഭഗവാൻ, വെറുതെ അതും ഇതും ആലോചിച്ചിരിക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം പണിയെടുത്തിട്ട് പിന്നെ പോയി കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങും, സുഷുപ്തിയിൽ ഉറങ്ങും. അപ്പം ഏത് സമയത്ത് എപ്പോഴും എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കണം. അതനുസരിച്ചുകൊണ്ട് അപ്പം നമ്മുടെ സ്വഭാവത്തിൽ ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ തമസ് രജസ് തമസ് അതിൻ്റെ ആധിക്യം അതിൻ്റെ വിഭാഗീയത നമ്മൾ തന്നെ അനലൈസ് കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിനെയും ജയിക്കണമെങ്കിൽ സാത്വികത്തിലേക്ക് എത്തണം. ഈ പറയുന്ന തമസിനെയും നമ്മുടെ കൺട്രോളും നിർത്തണം. നമ്മൾ ഇതിൻ്റെ നിയന്ത്രണത്തിൽ പോരുത്, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. നമ്മളിലുള്ള ഗുണങ്ങളെ കൺട്രോൾ ചെയ്താലേ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കാൻ സാധിക്കൂ. ഇത് സാധിച്ചാലേ നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നല്ലത് ഗുണം ദോഷമൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ കൺട്രോളിങ് വേണം. അതിൻ്റെ എന്താ പറഞ്ഞ നിയന്ത്രണത്തിലായക്കരുത്. നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ അതിനെ കൊണ്ടുവരണം. അപ്പം ഈ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഈശ്വര ശക്തികളെയും നമ്മൾ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കുന്നതിന് അതിനെയൊക്കെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമ്മൾ അസ്വാതന്ത്ര്യരാകും. ഇതാണ് മായയെ ജയിക്കുക എന്ന് പറയുന്നത്. നിസ്സാര കാര്യമാണ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ. ഇന്നലെ ആരോ വൈകുന്നേരം വരെയൊക്കെ ഞാൻ എല്ലാം വാച്ച് ചെയ്യും. ആരോ എന്താ പറഞ്ഞേ ഈ പറയുന്ന ജപത്തിലും തപത്തിലും ധ്യാനത്തിലും ഒക്കെ പങ്കെടുത്തു. അവസാനം കുട മിസ്സായി പോണ സമയമായിട്ട് പിന്നെ എൻ്റെ കുട പോയി കുട എവിടെയാ ഈ സത്സംഗത്തിൻ്റെ ഫലമൊക്കെ പോയി. ആ കുടയിൽ പിടിച്ചു. ഇതാ മായ എന്ന് പറയണതേ. മായ വന്നത് കുടയുടെ രൂപത്തിലാണ്. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒരു കുട ഇവിടെ കിട്ടി, ഞാനത് എടുത്തു വെച്ചു. പിറ്റേ ദിവസവും അത് പിന്നെയും അവർ പോയ ആള് കൃത്യമായിട്ട് പിന്നെ അന്വേഷിച്ചില്ല, എന്തോ അറിഞ്ഞില്ല. ഏതായാലും കുട ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടെടുത്ത കുട. പിന്നെ ആരോ കൊണ്ടുപോയി. യഥാർത്ഥ ഉടമസ്ഥൻ അതിനെ മിസ് ചെയ്തു പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ബാക്കി എന്തൊക്കെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും വേണ്ടില്ല, നമ്മൾ കയറി മായ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പോസിറ്റീവ് എനർജിയൊക്കെ പെട്ടെന്ന് മറിഞ്ഞു പോയിട്ട് അതാണ് മായ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കുടയെ കയറിപ്പോയി. ഇപ്പം അത് ഇത്രയും നേരം കേട്ടതും സന്തോഷമൊക്കെ പോയി. പിന്നെ ഭൗതികത്തെ കയറി പിടിച്ചു. പിന്നെ ആ കുടയിലാണ് കൊളുത്തി പിടിക്കുക മനസ്സായില്ലേ? അതേപോലെ ചെരുപ്പ് പോണ കാര്യവും ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ശ്രേഷ്ഠമായ കാര്യം പറഞ്ഞാൽ നമ്മുടേതെന്ന് കരുതിയിരിക്കുന്ന ഒരു വസ്തു എങ്ങാനും മിസ്സായാൽ മതി, മിസ്പ്ലേസ് ആയാൽ മതി, അപ്പം ചഞ്ചലാവസ്ഥ ഉണ്ടാവും. ഇതാണ് മായയുടെ കുഴപ്പം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു ഈ മായ ജയിക്കൽ വലിയ പ്രശ്നമാണ്. എന്നാൽ ഭഗവാനെ നന്നായിട്ട് ശരണം പ്രാപിച്ചാൽ, എന്നെ ശരണം പ്രാപിക്കുന്നു മാത്രമേ. കാരണം മായാധിനാഥനെ സമീപിച്ചാലല്ലാതെ മാധവൻ എന്ന പേര് ഭഗവാന് വരാൻ തന്നെ കാരണം മായയുടെ അധിപൻ ആണ്. അതുകൊണ്ടാണ് മാധവൻ എന്ന് പേര് വന്നത്. ആ മായയെ ധവം ചെയ്തവനാണ് മാധവൻ എന്ന് പറഞ്ഞാൽ മായയെ ജയിച്ചവനാണെന്ന്. അപ്പൊ നമ്മൾ ആ മാധവനെ ജയിക്കാൻ
എന്നെ തന്നെ ശരണം പ്രാപിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ കട്ട്. മറ്റൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസും ഇല്ല, ഒരു പരിഹാരവും ഇല്ല. മായ ജയിക്കണമെങ്കിൽ ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കണം. അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ സ്വഭാവം തന്നെയാണ്. അതിന് ഗുരുവായൂരപ്പൻ തന്നെയാ മായാധിനാഥൻ മാധവൻ. അതുകൊണ്ട് ആദ്യം തന്നെ ശരണാഗതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ കർപ്പണ്യദോഷോ ഭഗത സ്വഭാവക പൃച്ഛാമിത്തം ധർമ്മസമ്മൂഢ ചേതക യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം തം പ്രപന്നം. ക്ഷേത്രജ്ഞ വിഭാഗയോഗവും ഗുണത്രയ വിഭാഗയോഗവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറിയിരിക്കണേ. ഗുണത്രയം തുടങ്ങിയിട്ടില്ല. ആരോ പറഞ്ഞില്ലേ ക്ഷേത്രജ്ഞ വിഭാഗയോഗ അവസാന ഭാഗം കേട്ടില്ല എന്ന്? ഇത് അവസാന ഭാഗ. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ ഈ ക്ഷേത്രം കൊണ്ട്, ശരീരം കൊണ്ട് തന്നെ നമ്മൾ മാധവനാകണം, മായയെ ജയിക്കണം. അത് ജയിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം എന്താന്ന് പഠിക്കണം. ആ സ്വഭാവത്തിൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് ഉറപ്പിക്കണം, അർജുന്റെ കൂട്ട്. എന്നിട്ട് മായാധിനാഥനെ ശരണം പ്രാപിക്കണം. ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. അല്ലാതെ മായ ജയിക്കാൻ സാധ്യമല്ല. തൻ സേവി മൻ സേവി, ഭഗവാനെ ശരണം പ്രാപിക്കുക. ശരീരം കൊണ്ട് നിങ്ങൾ നമസ്കരിച്ചില്ലോ, എത്ര നമസ്കരിച്ചു, അത് പ്രതീകാത്മക സൂചകമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ തൻസേവി മൻസേവി, നമ്മുടെ സ്വഭാവം കൊണ്ട് തന്നെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് ധർമ്മ സമ്മൂഢ ചെയ്താന്ന് ഉറപ്പിച്ചിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യണം. ആ സറണ്ടറിങ് ആണ് എനിക്ക് പ്രേയസ് വേണ്ട, ശ്രേയസ് മതി എന്ന് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനാ ബലത്താൽ എനിക്ക് അത് വേണം ഇത് വേണം ഇഷ്ടഭോഗങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കും. അതൊന്നും വേണ്ടാന്ന് തീരുമാനിക്കണം. എപ്പം നിങ്ങൾക്ക് പ്രേരണ ഉണ്ടായോ അതാണ് സറണ്ടറിങ്. നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ഒരു ഭോഗസുഖങ്ങളും ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയാണ് സറണ്ടറിങ്. എന്നെ വീണ്ടും വീണ്ടും ജന്മബന്ധനത്തിൽ പെടുന്ന ഒരു സാധനം എനിക്ക് വേണ്ടെന്നും ഭഗവാനോട് പറയണം. അതാണ് അർജുനൻ ചെയ്തത്. ധർമ്മസമ്മൂഢ ചെയ്ത ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ എൻ്റെ സ്വഭാവം കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്നാൽ എനിക്ക് ശ്രേയസ് മതി. ആ ശ്രേയസ് എന്തു വേണമെന്ന്, എനിക്ക് ശ്രേയസ് എന്താണെന്ന് അങ്ങ് നിശ്ചയിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ ഇന്നലെ ദീക്ഷ തരുമ്പം ഈ മന്ത്രം തന്നെ ദീക്ഷ തരാൻ കാരണം നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് എന്താണ് ശ്രേയസ് എന്ന് ഗുരുവായൂരപ്പന് മാത്രമേ അറിയൂ. എനിക്കും പറയാൻ പറ്റില്ല. നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താലാണ് ശ്രേയസ് ഉണ്ടാകുക എന്ന് എനിക്ക് പറയാൻ സാധ്യത. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ആ മായാദിനാഥൻ തന്നെ. അതുകൊണ്ട് ആ മാധവന് മാത്രമേ ഓരോരുത്തരുടെയും സ്വഭാവവും അവരെന്ത് ചെയ്താലാണ്, ഏത് മാർഗത്തിൽ സരിച്ചാലാണ്, ഏത് സ്വഭാവം കൊണ്ടാണ് എന്നെ സമീപിച്ചാൽ അവർക്ക് ശ്രേയസ് ഞാൻ കൊടുക്കാൻ സാധിക്കുക എന്ന് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരവും യോഗ്യതയും ഭഗവാന് തന്നെയുള്ളൂ. അതുകൊണ്ടാണ് അർജുനൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതന്മേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ച് എന്നോട് പറഞ്ഞു തന്നാലും അതിനായിക്കൊണ്ട് ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അതാണ് സറണ്ടറിങ്. പിന്നെ അതിന് ശാസിക്കണമെങ്കിൽ ശാസിച്ചോളൂ. അതിനുള്ള അപ്പം ഡിപ്പെൻഡ് അപ്പോൺ ഗുരുവായൂരപ്പൻ. കംപ്ലീറ്റ് സറണ്ടർ ചെയ്തതിൻ്റെ ഒരു സൂചനയും കൂടെയാണ് അർജുനൻ പറഞ്ഞത്. എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും എന്നെ ശാസിക്കണമെങ്കിൽ ശാസിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷയല്ല ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രവിധി പ്രകാരം എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞു തരും. അത് പറഞ്ഞു കൊടുത്ത് അവിടെ മുതൽ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ സറണ്ടറിങ് ആണ് ഭഗവാനെ കൊണ്ട് ഗീത പറയിപ്പിച്ചത്. ഇത് ആർക്കും യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഇതേ ഭാവത്തിൽ സറണ്ടർ ചെയ്താൽ മതി. നിങ്ങൾ എന്ത് സ്വഭാവം കൊണ്ടായിക്കോട്ടെ, എൻ്റെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ സറണ്ടർ ചെയ്യുന്നു.
അത് ശ്രേയസിന് വേണ്ടിയിട്ടായിരിക്കണം സറണ്ടർ ചെയ്യുക. അതാണ് സറണ്ടറിങ്. പിന്നെ ഈ ഗീത ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അർജുനന്റെ അതേ ഭാവത്തിൽ അവസാനം പ്രതികരിക്കും. ഭഗവാനോട് അർജുനൻ എന്താ അവസാനം പറഞ്ഞത്? ഞാനിതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇരുന്ന ആള് അവസാനം എന്താ പറഞ്ഞത്? നഷ്ടോ മോഹസ്മൃതില്ലത്ത തൽപ്രസാദാത്മയാച്യുത. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര ശക്തിയുള്ള സ്മരണം കിട്ടിയെന്നാ പറയണേ. അല്ലാതെ മറന്നുപോയത് തെളിഞ്ഞു എന്നും പറയാൻ വേണമെങ്കിൽ. അതായത് സൂര്യനെ മറച്ചിരുന്ന മഴക്കാരനെ മാറ്റിക്കിട്ടി. ആരുടെ കാരുണ്യം കൊണ്ട്? ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഇനി അങ്ങ് പറയുന്നത് ഗതസന്ദേഹ, ലേവലേശം പോലും സംശയമില്ലാതെ അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തു കൊള്ളാം എന്നൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് ശ്രേയസ് ഉണ്ടാവും. നമ്മുടെ സ്വഭാവം, ഇപ്പൊ കിട്ടിയിരിക്കുന്ന സ്വഭാവം അനുസരിച്ച് തോന്നിവാസം ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നൊരു മിഥ്യാധാരണ നമ്മളിൽ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും ഈ ഈശ്വരനൊന്നും അറിയാൻ പോകുന്നില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ ചെയ്യാം, എൻ്റെ കാര്യത്തിലൊന്നും ഈശ്വരൻ ഇടപെടുന്നില്ല, അതിന് ഒട്ടും അറിയാനും പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ മിഥ്യാധാരണയാണ് നമ്മളെ വീണ്ടും വീണ്ടും ബന്ധനത്തിൽപ്പെടുത്തുന്നത് എന്നർത്ഥം. അപ്പം പരശുരാമൻ ഉദ്ദേശിച്ചതും ഈ ദേവഭൂമിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദേവഭൂമിയാണ്. ഇത് കൃഷിസ്ഥലമായിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ കണക്കാക്കുക അല്ലേ? 50 ഗ്രാം ആ ചാരം എടുത്താലും കുറച്ച് നമുക്ക് സങ്കല്പത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് നദിയിലൊഴുക്കോ വെള്ളത്തിലോ ജലത്തിലോ ഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുക ഒക്കെ ചെയ്യും. എന്നിട്ട് അവസാനം എന്താ ചെയ്യുക? ഈ ദഹിപ്പിച്ച സ്ഥലത്ത് എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നവധാന്യങ്ങൾ വിതറിയിട്ട് അവിടെ ഒരു വാഴയും വെച്ചിട്ടാ വരിക. അപ്പൊ നമ്മുടെ ശരീരവും ഭൂമി തുല്യമല്ലേ? കൃഷിഭൂമിയല്ലേ? ആ ഭൂമിയല്ലേ യജ്ഞമൂർത്തിയായിരിക്കുന്ന വരാഹമൂർത്തി മടിയിലെടുത്ത് വച്ചിരിക്കുന്നത്? ഇത് തന്നെ സറണ്ടറിങ് ആണ്. ആ ഭഗവാന്റെ അടുത്തിരുന്നാലേ നമ്മൾ ഈ വേണ്ടാത്ത സ്വഭാവം ഒന്നും കാണിക്കില്ല. അതുകൊണ്ട് ഉപാസന വേണമെന്ന് പറഞ്ഞത്. ഭഗവാന്റെ അടുത്തിരിക്കാൻ യോഗ്യത കിട്ടുക, അത് മടി കയറിക്കാൻ സാധിക്കുക. വല്ലപ്പോഴും അല്ല. നമ്മൾ ഈ പറയുന്ന സ്വഭാവത്തെ ശുദ്ധീകരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഈ ഒരു ശ്രേയസ്സിന് വേണ്ടി സമീപിച്ച് സരണ്ടറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ വിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകും? എനിക്ക് സാധിക്കില്ലല്ലോ. എനിക്കൊരു സമയത്ത് അർജുനൻ പറഞ്ഞ പോലെ നഷ്ടോ മോഹസ്മൃതിൽ തൽപ്രസാദാത്മയാച്യുത എന്ന ബോധം എനിക്ക് ലഭിച്ചു. പിന്നെ ഭഗവാൻ പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ, ചെയ്യുള്ളൂ, പ്രവർത്തിക്കുള്ളൂ. ഇപ്പോഴും അതെ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ മുന്നിട്ട് പ്രീപ്ലാൻ ഇല്ലാത്ത ഒരു കാര്യം ഇന്നലെ ഞാൻ ചെയ്തത്. രാവിലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശം കിട്ടി, ശരി കൊടുത്തു. ഇതൊരു തുടക്കം. അതൊരു ശാസന. ശ്രേയസ്സിന് വേണ്ടിയിട്ട്, ആ ശ്രേയസ് വേണമെന്നുണ്ടായിട്ടല്ലേ കുറെ പേര് അവരവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് ഇവിടെ സറണ്ടർ ചെയ്ത് വന്നത്. ഇത് എത്ര എളുപ്പമൊന്നും ഉള്ള കാര്യമൊന്നുമല്ല. അത്രയൊന്നും കടന്ന് ഞാനും ചിന്തിച്ചിരുന്നില്ല. ഇതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അതിനാരെങ്കിലുമൊക്കെ നിമിത്തമാകുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു യജ്ഞം നിമിത്തമായിക്കൊണ്ട് ഇവിടെ ഒരു ഗീതാജ്ഞാന യജ്ഞം സംഘടിപ്പിച്ചുകൊണ്ടാണ്. അത് കണ്ടിട്ടോ കുറച്ച് പേര് ഗ്രൂപ്പിൽ തന്നെ ഉള്ളവർ, ദിവസവും കേൾക്കുന്നവര് എത്ര 300 ചില്ലാനും പേരായി ഇപ്പൊ ഗ്രൂപ്പില്. അതില് എന്താ കലിയുഗല്ലേ 25% എങ്കിലും വന്ന് ഈ ഒരു സറണ്ടറിങ് ചെയ്തപ്പം ഭഗവാൻ പറഞ്ഞു യോഗ്യരായിട്ടുള്ളവരാ കൊടുത്തോളൂ. അത് ഗീതാശാസ്ത്രം തന്നെയാണ് കൊടുത്തത്. അർജുനൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ ശരീരമാണ് പ്രശ്നം.
ശരീരമാധ്യം ഖലു ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന് ധർമ്മത്തിന് ക്ഷതം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ മായയെ ജയിക്കണം. മൂലപ്രകൃതിയെ ജയിക്കാതെ ഒരിക്കലും ശരീരത്തെ പോലും നമുക്ക് യഥാവിധി സംരക്ഷിക്കാൻ സാധിക്കില്ല. അതിനുള്ള അനുഷ്ഠാനങ്ങളാണ് ചെയ്യാൻ പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയണം, അതിൻ്റെ വിഭാഗീയത തിരിച്ചറിയണം. എപ്പോൾ ഏതൊക്കെ ഭാവത്തിൽ നമ്മളിൽ തന്നെ ഈ സ്വഭാവം, ഈ മായ നമ്മളിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചറിയാം എപ്പോഴൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. നിസ്സാരം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് ചാടിപ്പോയാൽ നമ്മൾ എത്ര കാണാപ്പാടം പഠിച്ചിരിക്കുന്ന കാര്യം തെറ്റും. അപ്പം എപ്പോഴാണ് സ്വാധീനം ഉണ്ടാക്കുന്നത്? നമ്മൾ ഈശ്വരകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇതിൻ്റെ കാര്യം നമ്മുടെ പിന്നാലെ ഉണ്ടെന്നർത്ഥം. അപ്പം അതിനാണ് ശ്രദ്ധ. നമ്മൾ ജപിക്കുന്ന കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്, കേൾക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നമ്മുടെ ആ കേൾക്കൽ നമ്മളെ ലേശമായ കൊണ്ട് സ്ലിപ്പ് ചെയ്താൽ നമ്മൾ ജപിക്കുന്നത്, നമ്മൾ പറയുന്നത് തന്നെ നമ്മൾ കേൾക്കില്ല. ഒരു ഫ്ലുവൻസി കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കാം, ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും അല്ല കേൾക്കുന്നത്. ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ കേൾക്കുന്നത്. അപ്പോൾ സകലത്തും മറന്നിരിക്കും. എവിടുന്നാ ഇതൊക്കെ പറഞ്ഞത്? എൻ്റെ സ്വഭാവത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്. അവിടെയാണ് ആ സാത്വിക സ്വഭാവം ജ്ഞാനമായിട്ട് പരിണമിക്കുമ്പോഴാണ് ഈ വൈഖരി ശബ്ദത്തിലൂടെ എങ്ങനെ ഒഴുകുന്നത്. ഞാനിപ്പോൾ ഇന്ന് പ്രീ പ്ലാൻ 2 മണിക്കൊക്കെ എഴുന്നേറ്റ് എനിക്ക് ഉറക്കം തൂകുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇവിടെ വന്നിരുന്നിട്ട് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണെന്ന് തന്നെ ഉള്ളിൽ നിന്ന് വരിക. ഞാൻ കേവലം നിമിത്ത, എൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ കയറിയിരുന്നിട്ട് പറഞ്ഞതാ. അത് സാധിക്കണമെങ്കിൽ നമ്മളെ മായയെ ജയിക്കുന്ന ഒരു സറണ്ടറിങ് നമുക്കുണ്ടായിരിക്കണം. അപ്പോഴും ശ്രേയസ്കരമായിട്ടുള്ള എന്തെങ്കിലും അല്പനേരത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കണമെങ്കിൽ എന്നിൽ മായ കയറി പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ഒരു നിമിഷത്തേക്ക് മതി, ബ്ലാങ്കായി പോകും. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞ് നഷ്ടോമോഹ സ്മൃതിയിൽ എത്താന്ന് പറഞ്ഞാൽ. ഈ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്മൃതി ഏത് സമയത്തും മറഞ്ഞു പോകാം. മറയ്ക്കലാണ് മായ എന്ന് പറയുന്നത്. എപ്രകാരം സൂര്യൻ ക്രിയേറ്റ് ചെയ്യുന്ന, സൂര്യന്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കുന്ന മഴമേഘങ്ങള് അത് സൂര്യന്റെ ശക്തിയെ പോലെ മറച്ചു കളയും. ഒരു നിമിഷത്തേക്ക് മറച്ചാൽ മതി, സൂര്യനെ ആരും കാണില്ല. പക്ഷേ അവിടെ 100% സൂര്യൻ മാധവനെയാണ് സ്ഥിരനിഷ്ഠമായിട്ട് മാധവനിലാണ് നിൽക്കുന്നത്. സൂര്യൻ ഞാൻ തന്നെയാണെന്നല്ലോ 12 ഭാവത്തിൽ പ്രകടമാകുന്നത് ഞാൻ തന്നെയാണെന്ന് വിഭൂതിയോത്തി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ സൂര്യന്റെ ശക്തി തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് മറയുന്നത് ഇവിടുന്ന്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു പോകുന്നില്ല, ഇല്ലാതെയായിട്ടല്ല മറയ്ക്കപ്പെടുന്നത്. അതിൻ്റെ സ്വഭാവത്താൽ ക്രിയേറ്റ് ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് അതിലുണ്ടാകുന്ന കർമ്മഫലമാണ് അതിനെ മറയ്ക്കുന്നത്. ആ കർമ്മഫലത്തെ മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ വായു രൂപേണ, വായു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വായു ചെന്നിട്ട് ഭഗവാൻ തന്നെ ചെന്നിട്ട് ആ മറയെ മാറ്റിക്കൊടുക്കും, സൂര്യപ്രകാശം ലഭിക്കും. ഇതേപോലെയാണ് നഷ്ടവും മോഹസ്മിത. നമ്മളെപ്പോൾ വേണമെങ്കിലും മായയിൽപ്പെടാം. അപ്പം ഞാനിപ്പം മായയെ ജയിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഇരുന്ന് പറയുമ്പം മായയെ ജയിച്ചിട്ട് അതൊക്കെ പറയണം. മായയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ എനിക്കിതുപോലെ പറയാൻ സാധിക്കില്ല. അപ്പം ആ മായ ഇത് കഴിഞ്ഞ് എണീക്കുമ്പോൾ ചിലപ്പോൾ കയറി പിടിക്കും. അപ്പം അതുകൊണ്ട് ഈ മായയെ ജയിക്കണമെങ്കിൽ മായയാണ് സ്വഭാവമായിട്ട് മൂലപ്രകൃതിയായിട്ട് നമ്മുടെ ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഘടകമാണ്, പുറത്തു നിന്നുള്ളതല്ല. പുറത്തു അതല്ല, ഈ മായയാണ് നമ്മുടെ സ്വഭാവം ക്രിയേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മായയെ ജയിക്കണമെങ്കിൽ ഗുരുവായൂരപ്പനെ തന്നെ 100% സറണ്ടർ ചെയ്യണം. അല്ലാതെ ശിഷ്യസ്തേ അഹം നമ്മളിലെ അഹം തന്നെയാണ് ഗുരുവായൂരപ്പനിൽ സമീപിക്കേണ്ടത്. ഞാൻ എന്നുള്ള ഭാവം ഉണ്ടല്ലോ, താൻ കേമനാണെന്നുള്ള ഭാവം മാറ്റലാണ്. അവിടെയാണ് നമുക്ക് ശരിക്കും സറണ്ടറിങ് നടക്കുന്നത്. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം. നാളെ യഥാർത്ഥത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്, ഗുണത്തെപ്പറ്റി പറയുന്നത് അധ്യായത്തിലേക്ക് കിടക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഒരു പരിചയപ്പെടുത്തൽ. എന്താണ് ഗുണത്രയം,
അത് നമ്മളിലൂടെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നാണ് നമ്മളൊന്ന് ശ്രമിക്കേണ്ടത്. അത് സാധിക്കണേ തന്നെ നമ്മൾ കുറച്ച് മായയെ ജയിച്ചാൽ തന്നെ നമ്മുടെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവമൊക്കെ പെട്ടെന്ന് തിരിച്ചറിയും, അതിനെപ്പറ്റി പറയും, അതിൻ്റെ ഗുണവും ദോഷമൊക്കെ പുറത്ത് പറയും. നമ്മുടെ സ്വഭാവം ആരെ തിരിച്ചറിയാൻ? മറ്റുള്ളവരല്ലേ? അല്ല, നമ്മൾ തന്നെ തിരിച്ചറിയണം. എന്നാലേ മറ്റുള്ളവരിലെ പോലും ശരിക്കും യഥാർത്ഥ ഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അത് സാധിക്കട്ടെ. ആ മായാധിനാഥനായിരിക്കുന്ന മാധവനെ തന്നെ സമീപിക്കൂ, ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മായയെ ജയിക്കാൻ ഭഗവാനെ ശരണം പ്രാപിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ ഹൃദയ സ്വഭാവ കരോമി യത്ത സദം ശരണം പ്രപത്തേ നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാശംഖചക്രം കമോദഗിം സരസ്യം കരുണാസമുദ്രം രാധാസുഖായമതിസുന്ദരമന്ദഹാസം വാതാലേ സമരസം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.